നൗഫൽ അവരുടെ ആശങ്കകൾ പറയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മുതലപ്പുഴയിലെ സാഹചര്യമൊക്കെ നമുക്കറിയാം. ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായ ശേഷം 13 മണിക്കൂറിന് ശേഷമാണ് ഒരു സർക്കാരിന്റെ ഇടപെടലടക്കം ഉണ്ടാകുന്നത്. ഇപ്പോഴും ഒരാളെ കണ്ടെത്താനായി സാധിച്ചിട്ടില്ല. എന്താണ് അവർ പങ്കുവയ്ക്കുന്ന ആശങ്ക? അക്ഷയ്, മുതലപ്പുഴയിലെ സമാനമായ സ്ഥിതി തന്നെയാണ് ഈ വിഴിഞ്ഞത്തുമുള്ളത്. അന്ന് വിഴിഞ്ഞത്തു നിന്ന് കാണാതായ 2 പേർ, അതിലൊരാൾ ജോണിനെ ഇതുവരെയും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ദിവസം വരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവർക്ക് വേണ്ട അലർട്ടുകൾ നൽകുന്നതിന് മുതൽ ഈ പറയുന്ന കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തുന്നതിൽ വരെയുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ ആ അലംഭാവം തന്നെയാണ് ആ കുടുംബവും ഇപ്പോൾ ഈ പ്രതിഷേധവുമായി ഇവിടെ ഉള്ളത്. വിഴിഞ്ഞം ഫിഷറി സ്റ്റേഷനിലാണുള്ളത്. ഈ പറയുന്ന ജോണിൻ്റെ മകളാണ് ഇപ്പോൾ കൈരളിക്കൊപ്പം ചേരുന്നത്. എന്താണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ളത്? നമ്മുടെ ഭാഗത്തു നിന്നുള്ളത്, നമുക്ക് വേണ്ട കറക്റ്റായിട്ടുള്ള നടപടികൾ ഇവിടെ ആരും എടുക്കുന്നില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നായാലും ഫിഷറീസ് ഓഫീസറിൻ്റെ ഭാഗത്തു നിന്നായാലും അവർ പറയുന്ന കാര്യം, അവർക്ക് ഇത്രയും സിസ്റ്റമേ ഉള്ളൂ. ഈ സിസ്റ്റത്തിനുള്ളിൽ നിന്നേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ഈ 2 വള്ളം, ഇന്ന് നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞത് 2 വള്ളം എടുത്തിട്ട് പോയി നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും കൂടെ പോകാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് 2 പേരെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായത്. അവരിൽ 3 പേര് വരും, 2 പേരുമായിട്ട് നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. 2 വള്ളം കൊണ്ടുപോയാൽ ഇന്ന് കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന എല്ലാവർക്കും അറിയാം. ഇത് ഒരു പേരിന് വേണ്ടിയിട്ടുള്ളൊരു തിരച്ചിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ 2 ദിവസത്തിന് മുമ്പ് ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഇറങ്ങിയെന്ന് പറഞ്ഞു. അത് എവിടെ പോയെന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ അവരടുത്ത് ചോദിച്ചാൽ അറിയാം, അവർ പറയും. കാരണം പൂവാർ ജംഗ്ഷന്റെ മുകളിലാണോ ആഴക്കടലിരിക്കുന്നത്? ഈ 4 പേര് തിരിച്ചു വന്നു. അതിൽ വെറും ഒരേ ഒരാൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത്രയും ഇന്നഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണോ നിങ്ങൾ ഇത്രയും വലിയ കൺട്രിയാണ്, മോസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി ആണെന്ന് പറഞ്ഞത്? ഇത്ര 3rd ഡെവലപ്പിംഗ് കൺട്രി അല്ലേ ഇന്ത്യ? ഇത്രയും നോട്ടിക്കൽ മൈൽ അപ്പുറം നടന്ന ഒരു ഇൻസിഡന്റ്, 18 നോട്ടിക്കൽ മൈലിന് അപ്പുറം നടന്ന ഇൻസിഡന്റ് ഇതുവരെ ഒരു സെൻട്രൽ ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റോ അഫിലിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊരു ജീവൻ അത്രയ്ക്ക് തുച്ഛമാണോ? നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് അത്രയ്ക്ക് തുച്ഛമാണോ? നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ജീവൻ നിങ്ങൾക്ക് അത്രയ്ക്ക് തുച്ഛമാണോ? പക്ഷേ അത് തന്നെയാണ്, വളരെ വൈകാരികമായി തന്നെയാണ് അവർ പ്രതികരിക്കുന്നത്. സ്വാഭാവികമായും രക്ഷാപ്രവർത്തനം ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ പറയുന്ന 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് ഈ പറയുന്ന അപകടം നടന്നത്. അങ്ങേക്ക് ആഴക്കടലിൽ ഇറങ്ങിയുള്ള ഒരു പരിശോധന നടക്കുന്നില്ല. കേവലം ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഉള്ള ഒരു പരിശോധന അത് നടത്തി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് നടക്കുന്നത് എന്ന ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ വെള്ളിയാഴ്ചയാണ് ഈ അപകടം നടക്കുന്നത്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയായിട്ട് പോലും ഒരാളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി തന്നെയാണ് ഈ കുടുംബം ഈ പ്രതിഷേധം, ഈ പറയുന്ന വിഴിഞ്ഞം ഫിഷറി സ്റ്റേഷനിലേക്ക് വലിയ പ്രതിഷേധവുമായി കുടുംബവും നാട്ടുകാരും നിലവിൽ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അക്ഷയ്.